യസ്സുകൾ പാടാം മിശലുകൾ മൂളാം അരുമപ്പൂ നബിയുടെ കൺമൺ ഫാത്തിമത്തിൻ കഥയാ അലിയാര് തങ്ങളും പിന്നെ ഫാരിസി എന്ന സ്വഹാബിയുമുണ്ട് ആനന്ദ പുഞ്ചിരി തൂകിയ മുന്തിയ ചരിതമിതാ. ഞങ്ങളൊരു കൊച്ചു കഥാപ്രസംഗം നടത്തുകയാണിവിടെ. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളും ആരംഭ നബിയുടെ കർണിന്റെ കൃഷ്ണം ഫാത്തിമ ബിയുടെ മുഖ്യ കഥാപാത്രങ്ങൾ. കഥയുടെ ക്ലൈമാക്സിൽ മഹാനായ സൽമാൻ ഫാരിസി വരുന്നുണ്ട്. എന്നാൽ കഥ തുടങ്ങട്ടെ. ഒരു ദിവസം ഫാത്തിമ ബിയുടെ തന്റെ പ്രിയതമൻ അലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, കൊതിയുണ്ടല്ലോ കൽബിൽ പൂതിയുണ്ടല്ലോ റുമാൻ പഴം തിന്നുവാൻ കൊതിയുണ്ടല്ലോ. കൊതിയുണ്ടല്ലോ കൽബിൽ പൂതിയുണ്ടല്ലോ റുമാൻ പഴം തിന്നുവാൻ കൊതിയുണ്ടല്ലോ. പണമില്ലല്ലോ ഒത്തേ പണമില്ലല്ലോ റുമാൻ പഴം വാങ്ങുവാൻ കയ്യിൽ അണയില്ലല്ലോ. പണമില്ലല്ലോ ഒത്തേ പണമില്ലല്ലോ റുമാൻ പഴം വാങ്ങുവാൻ കയ്യിൽ അണയില്ലല്ലോ. എനിക്ക് റുമാൻ പഴം തിന്നാൻ വല്ലാത്ത പൂതിയുണ്ട്. എനിക്കറിയാം അങ്ങയുടെ പക്കൽ പണമൊന്നുമില്ലെന്ന്. ഇന്നലെ ഒപ്പം വന്നപ്പോൾ എനിക്ക് നാളെ തന്നിട്ടുണ്ട്. അതിന് റുമാൻ കിട്ടുമായിരിക്കും. അങ്ങ് ചന്തയിൽ പോയി എനിക്കതൊന്ന് വാങ്ങിച്ചു തരണം. നാലണയൻ കയ്യിലുണ്ട് മുത്തേ നല്ല റുമാനൊന്ന് വാങ്ങിടണം. പൂതി കൊതിയൊന്ന് മാറ്റിടണം. പൂമാരൻ ചന്തയിൽ പോയി വരണം. ഫാത്തിമ പണം വാങ്ങിച്ച് അലിയാർ ചന്തയിലെത്തി. നല്ല പഴുത്ത് മൂത്ത റുമാൻ പഴം കടയിൽ നിന്ന് അലിയാർ വാങ്ങിച്ചു. ഇത് മതി, നല്ല മധുരമുണ്ടാവും. ഫാത്തിമാന്റെ കൊതി മാത്രമല്ല വിശപ്പും മാറും. നല്ല സന്തോഷത്തോടെ അൽപുലി ഹൈദർ തിരിഞ്ഞ് നടക്കാൻ ഭാവിക്കവേ പിന്നിൽ നിന്നൊരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു യാചകൻ പട്ടിണിക്കോളെ അലിയാറിന്റെ നേരെ കൈ നീട്ടി അയാൾ ചോദിച്ചു, വല്ലതും തരണം. 4 ദിവസമായി വല്ലതും കഴിച്ചിട്ടു. വിശന്ന് ഞാൻ മരിക്കാറായി. അള്ളാഹുവിനെ വിചാരിച്ച് എന്തെങ്കിലും തരണം. അലിയാർ രണ്ടിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ചോദ്യം. പിന്നെ മുന്നും പിന്നെ നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന റുമാൻ പഴം അലിയാർ ആ യാചകന് നൽകി. ജീവൻ നിലനിർത്താനായി കൊടുത്തല്ലോ ജീവന്റെ ജീവായ നാരി ക്ഷമിക്കുമല്ലോ. നാഥന്റെ അനുഗ്രഹം ഇവിടെ ലഭിക്കുമേ നാളെ സുവർഗത്തിൽ കൂലിയുറപ്പാണ്. ഇനി ഫാത്തിമയോട് എന്ത് പറയും? അതായി അലിയാരുടെ ചിന്ത. ഇല്ല, ഫാത്തിമയെ ഇക്കാര്യം ബാധിക്കില്ല. അവൾ സഹിക്കും, ക്ഷമിക്കും. കാരണം റസൂലുള്ളാഹിന്റെ പുത്രിയാണ്, കർലിന്റെ കഷ്ണം. അങ്ങനെ അലിയാർ റളിയല്ലാഹു വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയോടെ തന്നെ ചന്തയിലുണ്ടായിരുന്ന അനുഭവം ഫാത്തിമയോട് അദ്ദേഹം പങ്കുവച്ചു. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു ബി ഫാത്തിമയുടെ മറുപടി. പൂതി മാറി നാരനെ ആദി വേണ്ട നാരനെ തിന്നിടുവാൻ ആശയില്ലല്ലോ. റുമാൻ തിന്നിടാതെ തന്നെ കൊതി മാറിപ്പോയല്ലോ. പൂതി മാറി നാരനെ ആദി വേണ്ട നാരനെ തിന്നിടുവാൻ ആശയില്ലല്ലോ. റുമാൻ തിന്നിടാതെ തന്നെ കൊതി മാറിപ്പോയല്ലോ. തിന്നിടാം കുറെ തിന്നിടാം സുവർഗലോകത്തിന്ന് വന്നിടാമിനി വന്നിടാം ഇഹത്തിച്ചാര നിന്ന്. പ്രിയനെ, എനിക്ക് റുമാൻ പഴം തിന്നാൻ ഇപ്പോൾ ഒട്ടും കൊതിയില്ല. അങ്ങ് ആ യാചകന് കൊടുത്ത നിമിഷം തന്നെ എന്റെ എല്ലാ കൊതിയും ഇല്ലാതായി. അങ്ങ് അതേക്കുറിച്ച് ആദ്യപ്പെടേണ്ട. ഫാത്തിമയുടെ മറുപടി അലിയാരുടെ മനസ്സിനെ കുളിരന്വേഷിച്ചു. അങ്ങനെ ആ 13 സല്ലാപങ്ങളുമായി അയോഗ്യ ദിനങ്ങൾ സമയം പോകവേ വീട്ടുപടിക്കൽ നിന്നൊരു സലാം. അസ്സലാമലൈക്കും. അലിയാർ സലാം മടക്കി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി. ആഗ്രഹം കണ്ട് സ്നേഹാദരങ്ങൾ കൈമാറി. ആരായിരുന്നു ആള്? ദിക്കായ ദിക്കൊക്കെ ഹക്കാം ദീനത്തേടി യാത്ര നടത്തിയ ധീരരാം ഹന്തക്ക് യുദ്ധത്തിൽ തന്ത്രം മെനഞ്ഞുള്ള സൽമാൻ ഫാരിസി താരമാ. ദിക്കായ ദിക്കൊക്കെ ഹക്കാം ദീനത്തേടി യാത്ര നടത്തിയ ധീരരാം ഹന്തക്ക് യുദ്ധത്തിൽ തന്ത്രം മെനഞ്ഞുള്ള സൽമാൻ ഫാരിസി താരമാ. ദിനിസലാമിനെ തേടി തീർത്ഥയാത്ര നടത്തിയ സൽമാൻ ഫാരിസി റളിയല്ലാഹു നബി കുടുംബത്തിന്റെ ഉത്തമ സുഹൃത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിനെ വീട്ടിന്റെ ഉള്ളിലേക്ക് നയിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു കർത്തന് പിന്നിൽ മറഞ്ഞു നിന്നു. ഉപചാരങ്ങൾക്ക് ശേഷം സൽമാൻ തന്റെ പാഠം വലിച്ചു. അതിൽ നിന്നൊരു പൊതിയെടുത്തു അലിയാറിന്റെ നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതാ ഫാത്തിമ കൊടുക്കൂ, പൊന്നാർ നബിയുടെ പൊന്നാമയുടെ പുത്രിക്ക് ഇതാ സൽമാന്റെ സമ്മാനം. കെട്ട് കഴിച്ചൊരു നേരം പൊതിയിൽ മുട്ടനറുമാ
9 റുമാൻ പഴങ്ങളായിരുന്നു. പഴങ്ങൾ കണ്ട അലി ഫാത്തിമ ദമ്പതികൾക്ക് സന്തോഷത്താൽ മന നിറഞ്ഞു. രാവിലെ ഒന്ന് കൊതിച്ചു, ഇപ്പോൾ കിട്ടിയതോ 9 എണ്ണം. പക്ഷേ ഒരു നിമിഷം അലിയാരുടെ മനസ്സിൽ എന്തോ ഒരു വിളി. അദ്ദേഹം പൊതുനിരത്ത് വെച്ച് സൽമാനോട് ചോദിച്ചു, തന്നിടൂ ഒന്നൂടെ സൽമാനോരേ, തരണം നിങ്ങൾ 10 റുമാൻ നേരെ. 9 പറ്റില്ല 10 വേണം, 1 കുറഞ്ഞ സബബ് വേണം. തന്നിടൂ ഒന്നൂടെ സൽമാനോരേ, തരണം നിങ്ങൾ 10 റുമാൻ നേരെ. 9 പറ്റില്ല 10 വേണം, 1 കുറഞ്ഞ സബബ് വേണം. സൽമാൻ, ഇത് 9 ഉള്ളൂ, ഞങ്ങൾക്ക് 10 എണ്ണം വേണം. ശരിയാ, 10 എണ്ണം വേണം, അല്ലെങ്കിൽ 1 കുറഞ്ഞതെന്ന് നിങ്ങൾ കാരണം ബോധിപ്പിക്കണം. ഫാത്തിമയും ഭർത്താവിന്റെ അഭിപ്രായത്തെ ശരിവെച്ചു. സൽമാൻ അന്തം വിട്ടിരിക്കുകയാണ്. ഇവരെന്താണ് ഈ പറയുന്നത്? ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മര്യാദ എന്ന നിലയ്ക്ക് വാങ്ങിയതാണ് റുമാൻ. എണ്ണി നോക്കിയില്ല, 9 ഉള്ളൂ, 10 എണ്ണം വന്ന് കൊടുക്കണമെന്ന് ഇവരോട് ഞാൻ ഏറ്റിട്ടുമില്ല. 10 കുറഞ്ഞാൽ പറ്റില്ലെന്നോ, 10 പഴം ഞാൻ ഏറ്റില്ലല്ലോ. കിട്ടിയ പഴം അത് വെച്ചോ നിങ്ങൾ, പൊട്ടിയതല്ല പൊഴുത്തതുമല്ല. 10 കുറഞ്ഞാൽ പറ്റില്ലെന്നോ, 10 പഴം ഞാൻ ഏറ്റില്ലല്ലോ. കിട്ടിയ പഴം അത് വെച്ചോ നിങ്ങൾ, പൊട്ടിയതല്ല പൊഴുത്തതുമല്ല. അലിയോ ഫാത്തിമയെ സമ്മതിച്ചില്ല. 10 എണ്ണം കിട്ടണമെന്നായി അവർ. ഞാൻ 9 കൊണ്ടുവന്നുള്ളൂ എന്ന് സൽമാൻ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, പാഠം ഒന്നുകൂടി പഠിച്ചു നോക്കൂ. അതിൽ നിങ്ങൾ 10 എണ്ണം തികച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകാം. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു തന്റെ പാഠം നന്നായി പരിശോധിച്ചു. അപ്പോൾ അതിൽ നിന്ന് റുമാൻ കൂടി കിട്ടി. അത്ഭുതസ്ഥനായ സൽമാൻ റളിയല്ലാഹു അവരോട് ചോദിച്ചു, നിങ്ങളായിരുന്നു? അപ്പോൾ ആ മാതൃകാ ദമ്പതികൾ പറഞ്ഞു, ഒരു നന്മ ചെയ്തിടുകിൽ ഹസനത്ത് 10 ഇരട്ടി കിട്ടുമെന്നോതി റസൂല്. ഒരു റുമാൻ നൽകി ഞങ്ങൾ കാത്തിരിപ്പാണ്, ഫലം കിട്ടണം 10 റുമാന്. ബഹുമാനിരെ, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു റുമാൻ ഒരു പാവ മനുഷ്യൻ നൽകി. ഞങ്ങൾക്കറിയാം 10 ഇരട്ടിയായി അള്ളാഹു തിരിച്ചു തരുമെന്ന്. പിന്നെ ഞങ്ങൾ 9 കൊണ്ട് എങ്ങനെ ക്ഷമിക്കാനാ? ആ ദമ്പതികൾക്ക് അള്ളാഹുള്ള തത്വയും പ്രതീക്ഷയും സൽമാൻ ഫാരിസി റളിയല്ലാഹുവിനെ സംതൃപ്തനാക്കി. അങ്ങനെ കുറച്ചു നേരം കുശലാന്വേഷണങ്ങൾ നടത്തി. സൽമാൻ ഫാരിസി റളിയല്ലാഹു യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. നാഥൻ നൽകിയ 10 ഇരട്ടി ആസനത്തിന് നന്ദിയോടെ ആ മാതൃകാ ദമ്പതികൾ ഇബാദത്തിൽ മുഴുകി. അതീ പെരിയോന് തവക്കലാക്കിയാൽ കിട്ടും ഇരട്ടി 10. ഇനി ജന്നത്തിൻ സ്വത്ത് അലം പടച്ചോന് സ്തുതിയോതി നിർത്തട്ടെ. മാസലമാ മാസലമാ അറ്റൽ നബിയൊരു സലാവത്തും സലാമോദി. മാസലമാ മാസലമാ. ബഹുമാനിരെ, ഇതോടെ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം അവസാനിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.